നമ്മുടെ നാട്ടിൽ ഓണം ഒന്നുമല്ല. വിദേശത്തൊക്കെ പോകുമ്പോൾ ഓണാഘോഷ പരിപാടിക്ക് പോകുമ്പോൾ ഭയങ്കര ഗംഭീരം. ഈ ഓണം സമയത്തൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ടോ? ഒത്തിരി സ്ഥലത്ത് പോയി പെട്ടിട്ടുണ്ട്. ഈശ്വരാ, കഥയുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാക്കണ എങ്ങനെയാണ്? ഒരു കഥ ഉണ്ടായി കഴിയുമ്പോഴാണ് അതിന് പേരിടുന്നത്. അങ്ങനെ ഒരു കഥ ഉണ്ട്. അല്ല, അപ്പൊ കഥ എന്താന്ന് എനിക്ക് അറിഞ്ഞാലേ പേര് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ശരി, സമ്മതിച്ചു, തോറ്റു. ചിങ്ങമാസത്തിൽ തിരുവോണമാണ് നമുക്ക് ഓണം എന്ന് പറയുന്നത്. ചിങ്ങമാസത്തിൽ തിരുവോണമാണ് എൻ്റെ അമ്മയുടെ പിറന്നാൾ. എപ്പോഴെങ്കിലും ലൈഫിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ തിരിഞ്ഞു നോക്കുമ്പോ? അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിനയിച്ച് കുറച്ച് കാശുണ്ടാക്കി വെക്കുക, അത് കളയാതിരുന്നാൽ ഇപ്പൊ തിരിഞ്ഞു നോക്കുന്ന ആ കാശുണ്ടാവും. തമാശക്കാരനായിട്ടാണ് എന്നെ എല്ലാവരും കാണുന്നത്. ചോദിച്ചിട്ടുണ്ടോ സീരിയസ് റോൾ? ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. ദിലീപായിട്ട് ചെയ്ത പടങ്ങളെല്ലാം 99% ഹിറ്റാണ്. വീണ്ടും അടുത്തൊരു സിനിമയില് അഭിനയിക്കാനായിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരെ പിക്ക് ചെയ്യും? എനിക്ക് ദിലീപ് എന്നെ കംഫർട്ട്. പല തമാശ ചിത്രങ്ങളും കാണുമ്പോൾ ഒന്നും മനസ്സിൽ നിൽക്കാത്ത ചിരിക്കിയിരിക്കും. തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ മനസ്സിലുണ്ടാവില്ല. നമ്മൾ വലിയ ഭാവം പറയണ, നമ്മളെ പൊക്കി പറയണല്ല. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദനത്തോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. കാരണം ഇത് അഭിനയിപ്പിക്കണേ മുമ്പ് തന്നെ എൻ്റെ മോൻ കണ്ടപ്പോൾ ഇയാൾ വില്ലൻ ലുക്കാണ്, ഇയാളെ കൊണ്ട് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റാഫിയോട് ചോദിച്ചു, റാഫി എന്താണ് കട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ഡബിങ്ങിനെ ഞാൻ വിളിക്കാം എന്ന് കട്ട് ചെയ്തു. രമണൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ആവിഷ്കാരം ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് മലയാള സിനിമ ഒറ്റ വാക്കിലുണ്ട്. മലയാള സിനിമ എന്ന് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഭാഷ വേറെ ഒരു ഭാഷയിലും ഇല്ല. എനിക്ക് വേറൊരു പേരുണ്ട്, അറിയോ? നമസ്കാരം, എല്ലാ ജനൻ ടി വി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരു ചിരിയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടുക അത് നിസ്സാരമായ കാര്യമല്ല. എന്നാൽ അത് അനായാസം നേടിയ നടനാണ് ഹരിശ്രീ അശോകൻ. ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ജനൻ ടി വിയോടൊപ്പം ഇന്ന് അദ്ദേഹമാണുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഇത്തവണത്തെ ഓണവിശേഷങ്ങൾ? ഓണം സാധാരണ എപ്പോഴും പോലെ തന്നെ വീട്ടിലെല്ലാവരും വീട്ടിലുണ്ടാവും. ഇത്തവണ എല്ലാവരും ഉണ്ടോ? മോൻ ഷൂട്ടിലായിരിക്കും ചിലപ്പോൾ, മിക്കവാറും. ഞാനും ഷൂട്ടിംഗ് ഡേറ്റ് ആണ്, പക്ഷെ അത് ആൻ്റെ പടം കുറച്ചിങ്ങനെ നീണ്ടത് കൊണ്ട് അത് ചിലപ്പോൾ ഓണത്തിന് വീട്ടിൽ കാണും. പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ഓണം ഉണ്ടാവില്ല. മോള് ബഹറിനിലാണ്, ഹസ്ബൻഡ് കുട്ടിയൊക്കെ അവിടെ. മോൻ ചിലപ്പോൾ ഷൂട്ടിലായിരിക്കും, ഞാനിവിടെ ഉണ്ട്. വൈഫ് ഉണ്ടാവും, അവൻ്റെ വൈഫ് ഉണ്ടാവും, ഞങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീട്ടിലെ ഓണമാണോ സെറ്റുകളിലെ ഓണമായിരുന്നു? രണ്ട് ടൈപ്പാണ്. പക്ഷേ വീട്ടിലാണ് ഏറ്റവും രസം. കാരണം പണ്ട്, ഇപ്പം തന്നെ ഞാനും മോനും ഞങ്ങളുടെ അമ്മയും അങ്ങനെയൊക്കെ ഇല്ല. എൻ്റെ അമ്മയില്ല, ഞാനും എൻ്റെ ഭാര്യയും അവൻ്റെ ഭാര്യയും കുട്ടിയും, അങ്ങനെ അത്ര പേരുള്ളല്ല. മോള് ബഹറിലല്ലേ. അപ്പോൾ ഒരിക്കലും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു സന്തുഷ്ട കുടുംബമാണ്. അച്ഛനും അമ്മയും 9 മക്കളേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എൻ്റെ തലേ ദിവസം തുടങ്ങി പണി തുടങ്ങും. ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കാനും അരിയാനും പിടിക്കാനും പിഴിയാനും ഒക്കെ ഞങ്ങൾ ആണുങ്ങളൊക്കെ കൂടി കിച്ചണിൽ കയറും. അതൊരു ഭയങ്കര രസമാണ്. അതിൻ്റെ പിറ്റേ ദിവസം അത് കുളിച്ചൊരുങ്ങി ഒക്കെ ഞങ്ങൾ ഭക്ഷണമൊക്കെ എല്ലാവരും കൂടി കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര മൂടാണത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു, ചിലപ്പോൾ തിരക്കാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓണം. അല്ല, മിമിക്രി കാലം തുടങ്ങി, അതുപോലെ തന്നെ സിനിമാ കാലമൊക്കെ തുടങ്ങിയപ്പോൾ ആ പഴയ ഓണം മിസ് ചെയ്യാറുണ്ടായിരുന്നു? പിന്നെ അതുണ്ട്, നമ്മൾ തിരക്കാകുമ്പോൾ നമ്മൾ അതെല്ലാം വിട്ടുപോകും. പക്ഷെ എന്നാലും എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, പണ്ട് ദുബൈയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവോണം എന്ന് പറയുന്നത്, ചിങ്ങമാസത്തിൽ തിരുവോണമാണ് നമുക്ക് ഓണം എന്ന് പറയുന്നത്. ചിങ്ങമാസത്തിൽ തിരുവോണമാണ് എൻ്റെ അമ്മയുടെ പിറന്നാൾ. അതിൻ്റെ പിറ്റേ ദിവസമാണ് ശരിക്ക് നാള് വെച്ചിട്ട് എൻ്റെ പിറന്നാൾ അവിട്ടം. അപ്പം തിരുവോണത്തിൻ്റെ ആൾ ഞാൻ ദുബൈയിൽ നിന്ന് എൻ്റെ ചെലവിൽ ഞാൻ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഓണത്തിൻ്റെ നമ്മുടെ കൂടെ പിറന്നാളൊക്കെ ആഘോഷിച്ച്, എൻ്റെ പിറന്നാളൊക്കെ ആഘോഷിച്ച് തിരിച്ച് ദുബൈക്ക് എൻ്റെ ചെലവിൽ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേജ് ഷോയുടെ കാര്യം പറഞ്ഞല്ലോ, ദുബായിലെ പ്രോഗ്രാം ഒക്കെ. അപ്പോൾ ഞാൻ ചോദിക്കാം, എവിടെയെങ്കിലും പോയിട്ട് പെട്ടുപോയിട്ടുണ്ടോ? ഈ സ്റ്റേജ് ഒത്തിരി സ്ഥലത്ത് പോയി പെട്ടിട്ടുണ്ട്. ഈ ഓണം സമയത്തൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ടോ? അല്ലല്ല, ഓണ സമയത്തൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അവിടുത്തെ ഓണം ഉണ്ടാവില്ല. ചിലപ്പോൾ ശരിക്കും ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓണം ഒന്നുമല്ല. വിദേശത്തൊക്കെ പോകുമ്പോൾ ഓണാഘോഷ പരിപാടിക്ക് പോകുമ്പോൾ ഭയങ്കര ഗംഭീരമായിരിക്കും അത് കാണാൻ. അവിടെ എല്ലാ പരിപാടികളും, അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അവിടെ കൂട്ടായ്മയും
ഒക്കെ കൂടി കാണുമ്പോൾ ഭയങ്കര ഇപ്പം പഴയ കാലത്തെ ചില ഓണം നമുക്ക് ഓർമ്മ വരും. ഇവിടെ നമ്മളിപ്പോൾ അങ്ങനെ ആഘോഷിക്കണമൊന്നുമില്ലല്ലോ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഈ പറയുന്ന ചില ആൾക്കാരുടെ ചില ചോദ്യങ്ങളും ചില മറുപടികളൊക്കെ നമ്മൾ പെട്ടുപോകും. അങ്ങനെ പക്ഷെ അതിനൊന്നും ഇപ്പൊ ഒന്നും അങ്ങനെ പല പരിപാടി അതും അവിടെ ഒന്നും ഒരിക്കലും ചിങ്ങത്തിലൊന്നും അല്ല അവിടെ ഓണമൊക്കെ ഡിസംബറിലെ അവിടെ. അല്ല ഇപ്പൊ സ്റ്റേജ് ഷോയിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലേതെങ്കിലും രസകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടോ? ഈ പണ്ടത്തെ നേരത്തെ കാലത്ത് ഈ സ്റ്റേജ് ഷോ ഒക്കെ പോകുമ്പോൾ സ്ഥിരം എവിടെയെങ്കിലും ഒക്കെ പെടാറുണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരാൻ ടിക്കറ്റുകൾ താമസിക്കുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെ പോയി പെടുക എന്നുള്ളത്. അങ്ങനെ അമേരിക്കയിലൊക്കെ വെച്ചിട്ട് ചില ഒരു ചെറിയ ഷോയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ അബദ്ധം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് സ്പോൺസർ അത്ര സുഖമല്ലാതിരുന്നത് കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ്. നമ്മളങ്ങനെ പണ്ട് പല വീടുകളിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ അവർ ഹാപ്പിയാണ്. പക്ഷെ അതൊരു ദിവസമൊക്കെ ഉള്ളു. അങ്ങനെ പിന്നെ അധികം ഓക്കെ ആവും. ഇപ്പൊ 42 വർഷമായില്ലേ സിനിമ? 40 വർഷം കഴിഞ്ഞു. 40 വർഷം പിന്നെ 40ാമത്തെ വർഷം റണ്ണിങ്. 40 ദിവസം കഴിഞ്ഞു. അപ്പൊ 41ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും വർഷം പിന്നിട്ട സിനിമാ ജീവിതത്തില് ഹരിശ്രീ അശോകൻ എന്ന നടനെ മാറ്റിയിട്ടുണ്ടോ? മാറ്റിന്ന് പറഞ്ഞാല് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ? അതുണ്ടാവുമല്ലോ, ഓട്ടോമാറ്റിക് ഉണ്ടാവും. കാരണം പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞ ഇപ്പൊ പണ്ട് നമ്മൾ തമാശക്കാരനായിട്ടാണ് എന്നെ എല്ലാവരും കാണുന്നത്. തമാശകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സീരിയസ് ഡയലോഗ് എവിടെയെങ്കിലും ഒന്ന് പറയാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെയാണ് നമ്മൾ മാനത്തെ കൊട്ടാരത്തിൽ അഭിനയിക്കാൻ നേരത്തെ നിന്റെ അമ്മയ്ക്ക് എന്താണ് ഭ്രാന്താണെന്ന് ഞാൻ ദിലീപിനോട് ചോദിക്കുന്ന സംഭവമുണ്ട്. അത് കളിയാക്കിയാണ് ചോദിക്കുന്നത്, ദേഷ്യം കൊണ്ടിട്ടാ ചോദിക്കുന്നത്. അവൻ്റെ അമ്മ നമ്മൾ വെള്ളം കുരുത്തലയിൽ ഒഴിച്ചിട്ട് അമ്മ ചോദിക്കുന്നത്. അപ്പൊ അവൻ പറയും എനിക്ക് ഭ്രാന്ത്, അമ്മക്ക് ഭ്രാന്താടാന്ന് പറയും. ഭ്രാന്താണ്, അതാണ്. അവ പറഞ്ഞു വരുമ്പോഴാണ് ശരിക്കും അവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണ് ആ പടത്തില്, ഈ മാനത്തെ കൊട്ടാരത്തിൽ. അപ്പൊ അതാണ് ആദ്യം നമ്മൾ ആ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചെന്നപ്പോൾ അതാണ് ചെയ്യിച്ചത് നമ്മളെ കൊണ്ട്. അപ്പൊ അതിന് കുറേയൊക്കെ സംഭവങ്ങളും വേറെ ഉണ്ട്. ഇയാൾ വേണ്ട, ഇയാൾ ശരിയാവില്ല. കാരണം ഇത് അഭിനയിപ്പിക്കണേ മുമ്പ് തന്നെ എന്നെ മോഹം കണ്ടപ്പോൾ പറഞ്ഞു ഇയാൾ വില്ലൻ ലുക്കാണ്, ഇയാളെ കൊണ്ട് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറിയിരുന്നു. അവസാനം ഇയാള് റൈറ്റർ അൻസാറും ഇതിനൊക്കെ പറഞ്ഞപ്പോഴാണ് ഇല്ല നല്ല കൊമേഡിയനാണ്, തമാശ നന്നായിട്ട് പറയുന്ന ട്രൂപ്പിൽ ലീഡിങ് ആർട്ടിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ഒരു സെന്റിമെന്റ്സ് ഒരു സംഭവം പറയൂ എന്ന് പറഞ്ഞിട്ട് ആ ഡയലോഗ് തന്നു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെയാണ് അതിൽ എന്നെ ഇൻവോൾവ് ആകുന്നത് ആ പടത്തിൽ. അപ്പം ആ കാലഘട്ടത്തിൽ നമുക്ക് ആദ്യം കിട്ടിയ ഒരു സെന്റിമെന്റ്സ് ഡയലോഗാണ് ഈ സിനിമയിൽ. പിന്നെ അങ്ങോട്ട് ഒരു സെന്റിമെന്റ്സ് ഡയലോഗ് കിട്ടണം. തമാശകൾ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് എവിടെയും ഒരു സീരിയസ് വേഷം കിട്ടിയിരുന്നെങ്കിൽ കൊതിച്ച കാലഘട്ടങ്ങളുണ്ട്. കുറെ ചോദിച്ചിട്ടുണ്ടോ സീരിയസ് റോൾ? ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ അന്ന് പേടി എന്താ വെച്ചാൽ തമാശ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കോമഡി ചെയ്താൽ ചിലപ്പോൾ ജനം ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു അന്ന് കാലഘട്ടത്തിൽ. ഇപ്പൊ പിന്നെ കുറെ വേഷങ്ങൾ അങ്ങനെ കിട്ടുന്നുണ്ട്. സീരിയസ് ആയിട്ടുള്ള വേഷം കേരള ക്രൈം ഫയലിലെ നല്ല വേഷമാണ്. പിന്നെ പ്രതിച്ഛായ, മിന്നൽ മുരളിയുടെ നല്ല ഇമോഷണൽ റോളായിരുന്നു. മിന്നൽ മുരളി തുടങ്ങിയാണ് ഞാൻ കിട്ടി തുടങ്ങി. പിന്നെ രഞ്ജിയേട്ടന്റെ പടത്തിലൊക്കെ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയും അതിലൊക്കെ നല്ല നല്ല ആ ചേഞ്ച് വേഷം തന്നത് രഞ്ജിയേട്ടനാണ് എനിക്ക്. ഇപ്പൊ മിന്നൽ മുരളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹം എങ്ങനെയാണ് സെറ്റില്? അയ്യോ ഭയങ്കര ജോലിയാണ്, സിമ്പിളാണ്, ഫുൾ ടൈം വെറുതെ എന്തായാലും ചിരിയായിരിക്കും. ഇപ്പം ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ശരിക്കും ഒരു ഡയറക്ടർ പവർ ഒക്കെ വരാറുണ്ടോ? അങ്ങനെ ഒന്നുമില്ല, വളരെ സിമ്പിൾ തന്നെ, ഭയങ്കര സുഖമാണ് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മളോട് അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കണമെങ്കിൽ എന്തായി എന്നൊക്കെ മാറി இருந்தாലും ശരി വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കും എന്തായി എന്നൊക്കെ ഭയങ്കര മൂഡാണ്. ഇപ്പൊ ഭയങ്കര ഫ്രീഡം ഉണ്ട്, അതായത് നമുക്ക് ആസ് ആൻ ആക്ടർ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇപ്പൊ ഡയറക്ടർ ഒന്നും പറഞ്ഞു തരുന്നില്ല, ജസ്റ്റ് ഒരു ക്യാരക്ടർ മാത്രം ഇട്ട് തരികയാണ്. അപ്പൊ അത് ഭയങ്കര ഒരു ഫ്രീഡം കിട്ടുന്നുണ്ടോ? അങ്ങനെ ഇല്ല. നമുക്ക് ഇപ്പൊ പ്രതിച്ഛായ എന്ന് പറഞ്ഞ പടത്തിൽ എൻ്റെ അടുത്ത് ബി ഉണ്ണികൃഷ്ണൻ ഡയറക്ടർ ഉണ്ണിയേട്ടൻ എന്നോട് പറഞ്ഞ് കഥ പറഞ്ഞു. കഥ അങ്ങനെ ക്യാരക്ടറാണ് കൂടുതലും പറഞ്ഞേക്കണം. ആ ക്യാരക്ടർ ഇങ്ങനെയാണ് പോകുന്നത്, അപ്പൊ ഞാനിത് എങ്ങനെ പിടിക്കണം എന്ന് വെച്ചപ്പോൾ അശോകന്റെ ഇഷ്ടത്തിന് പിടിച്ചോ. ഇങ്ങനെയാണ് ആ ക്യാരക്ടർ. ഒരു സെമി നെഗറ്റീവാണ് ആ ക്യാരക്ടർ. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശകുനി പോലത്തെ ഒരു സാധനമാണ്. പിന്നെ ഞാൻ വീട്ടിൽ വരുന്നിട്ട് അതിന് പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു നോക്കുകയും സ്ക്രിപ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്തു നോക്കുകയൊക്കെ ചെയ്തു. ലൊക്കേഷനിൽ വന്ന ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എവിടെ പാളിയാലും അപ്പം പിടിച്ചോളണം പറഞ്ഞു തന്നെ. എനിക്ക് അതിൽ ഒരു വിഷമമില്ല പറഞ്ഞിട്ടുള്ളത്. ചെയ്തു, അശോകൻ ചെയ്തു എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് സീനിൽ ഞാൻ അഭിനയിച്ച സീനിൽ ഒരു ഷോട്ട് എടുത്തു. അപ്പം ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ വേഗം തന്നെ മോണിറ്ററിൻ്റെ അവിടെ ചെന്ന് ചേട്ടാ ഓക്കെയാണ് കറക്റ്റ് ഇത് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പടത്തിൽ ചെയ്തത്. പിന്നാലും ഞാൻ പറയും എവിടെയെങ്കിലും ഓക്കെ ആയിരുന്നു എല്ലാം ചെയ്തപ്പോൾ. ഇപ്പോ അതുകൊണ്ട് സീരിയസ് റോളുകൾ കിട്ടുന്നതുകൊണ്ട് ഒരുപാട് ഹാപ്പിയാണ്.
സീരിയസ് റോളുകൾ കിട്ടുന്നുണ്ട്, പക്ഷെ കോമഡി ഞാൻ കൊതിയുണ്ട്. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പൊ അതിനിപ്പോ ആഗ്രഹം തോന്നുന്നുണ്ടോന്ന്? അല്ല, നേരത്തെ ഉണ്ട് ആഗ്രഹം. കാരണം സീരിയസ്ലി മാത്രം ഒതുങ്ങുന്നതല്ല. നമുക്കിപ്പോ എന്റെ ഇറങ്ങാൻ പോകുന്നൊരു പടമുണ്ട്, ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞു. അത് ഫുൾ ഹ്യൂമറാണ് ആ പടം. പക്ഷെ അതിന്റെ ഒരു കണ്ടന്റും ഭയങ്കര ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള കണ്ടന്റ് വന്നിട്ടുണ്ട്, പക്ഷെ ഇതൊരു ഡിഫറെന്റ് സ്റ്റൈലിലാണ് അത് ചെയ്തേക്കണത്. അപ്പൊ എന്നോട് അതിന്റെ ഡയറക്ടർ മാർത്താണ്ഡൻ എന്നോട് പറഞ്ഞ്, അശ്വന്റെ പഴയ അശ്വൻ ചേട്ടൻ ദിലീപ് ഒക്കെ ചെയ്തേക്കണ സ്റ്റൈലില്ല, ആ മീറ്ററിൽ പിടിച്ചോ. ഞാൻ അതിപ്പോൾ അക്സെപ്റ്റ് ചെയ്യും, ഒരു കുഴപ്പമില്ല, പിടിച്ചു എന്ന് പറഞ്ഞ്. അങ്ങനെ ഫസ്റ്റ് ഇത് കേട്ട്, കഥ കേട്ട്, അത് കഴിഞ്ഞ് കുറേ ദിവസം തുടങ്ങണ വരെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടിയാണ്. കാരണം എങ്ങനെയാ പ്രശ്നമാവോ. ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്നു, ഡയറക്ടർ കണ്ടു, എല്ലാവരും കണ്ട് ഷെയ്ക്കാൻ്റെ കൊടുത്ത് കാരവനിൽ പോയി മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ഒരു വിങ്ങലുണ്ട്. അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴും ഡ്രസ്സ് ചെയ്യുമ്പോഴും ഒക്കെ, അത് കഴിഞ്ഞ് സെറ്റിൽ വരുമ്പോഴും നിറച്ച് കുറേ ആളുകളായി. ആ പരിസരത്ത് ഒരു വീടാണ്, ആ പരിസരത്തുള്ളവരൊക്കെ ഹലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം പിന്നെ ഹലോ ഒന്നും കൊടുക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ അവിടെ വന്നു. ഞാൻ പറഞ്ഞ് അങ്ങനെ തന്നെ പിടിച്ചാൽ മതിയല്ലേ, അങ്ങനെ തന്നെ പിടിച്ചു. ശരി എന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു, ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സെറ്റിൽ കട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ, ആ ഡയലോഗ് കട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഡയറക്ടർ പറഞ്ഞു ഓക്കെ. അപ്പോൾ സെറ്റിൽ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ കാണിച്ചു. പിന്നെ ഒരു ചെറിയ കയ്യടി. അപ്പോൾ എന്താണ് അസുഖയുടെ ആ സ്റ്റൈൽ നന്നായിട്ടുണ്ട്. എന്നിപ്പോൾ കാണാനൊന്നും ഓടിയെടുത്തും കൈയടിച്ച് അവർ പറഞ്ഞ് പഴയ അശഞ്ചോരനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണ് ആ പടത്തിൽ ചെയ്തേക്കണത്. ഇനി അത് റിലീസിങ് വരെ എനിക്ക് പേടിയാണ് ഇപ്പോഴും. അതന്നെ. പക്ഷെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും. അല്ല, അത് കഴിഞ്ഞിട്ട് ഡബിങ്ങിന് ചെന്നപ്പോഴും എഡിറ്റിങ്ങിലൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു, അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർമാരൊക്കെ വിളിച്ചേട്ടാ അസലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ എഡിറ്റിങ്ങിൽ ഞാൻ ചോദിച്ചു, എഡിറ്റർ വിളിച്ച് ചോദിച്ചപ്പോൾ ചേട്ടാ അത് നന്നായിട്ടുണ്ട്, ആ സ്റ്റൈല് ഭയങ്കര രസമുണ്ട്, പഴയത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഞാൻ ഡബിങ്ങിന് വന്നപ്പോൾ അവിടെയും ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ അവർ കണ്ടപ്പോഴും സാറ്റലൈറ്റിൻ്റെ ആൾക്കാർ കണ്ടപ്പോഴും ഒക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സമാധാനം കുറച്ച്. എന്നാലും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്തെടുത്താലും നമുക്ക് അതിൽ ട്രോളുകൾ ഉണ്ടാവും. ഈ ട്രോളുകളിൽ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 2 ആക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് സാറ് ചെയ്ത കഥാപാത്രങ്ങളും പിന്നെ സലീമേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളും. ഇത് ഡെയിലി ലൈഫിൽ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിന്റെ എല്ലാ ഡയലോഗുകളും പോയിരിക്കുന്നത്, നിങ്ങളുടെ എക്സ്പ്രഷൻസ് പോയിരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ ക്യാരക്ടേഴ്സ് ചെയ്തപ്പോ വിചാരിച്ചിരുന്നു ഇത്രയും തലമുറകൾ കൈമാറി ഇത് തന്നെ പോകുമെന്ന്? ഇല്ല, ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല. അന്ന് അഭിനയിക്കുന്നു വിടുന്നു ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പോഴാണ് നമ്മൾ ഈ കുറെ കാലമായിട്ടാണ് ഇതിങ്ങനെ ട്രോളായിട്ട് വന്നപ്പോഴാണ് ശരിക്കും നമ്മൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ ഒന്നും കൂടി നമ്മളെ ജനങ്ങിനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണത്. ചേട്ടൻ റിപ്പീറ്റഡ്ലി കൂടുതൽ കണ്ടിട്ടുള്ളത് ഏത് ക്യാരക്ടറിനെയാണ്? രമണന്റെ തന്നെയാണ്. രമണനും പറക്കുന്നില്ല എല്ലാവരും രമണനാണ് കൂടുതലും. അല്ല, റിലേറ്റഡ് ആണ് കൂടുതൽ. കാരണം ഈ മുതലാളിയെ കൊണ്ട് മുതലാളിക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഒരാൾ എന്നൊരു ക്യാരക്ടറും തൊഴിലാളി ദിനത്തിനും ഒക്കെ നമ്മുടെ ഇതാണ് വരുന്നത്, കൂടുതലും വരുന്നത്. പിന്നെ അതിനകത്ത് പണിയെടുപ്പിക്കുന്ന സമയത്തെ ഡയലോഗുകള്, ഞാൻ കുപ്പിന്ന് വന്ന ഭൂതാണോ അങ്ങനത്തെ ഡയലോഗൊക്കെ. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ആ സമയത്ത് ദിലീപേട്ടനായിട്ടുള്ള ബോണ്ടാണ് അവിടെ ഉള്ളത്. ദിലീപേട്ടനായിട്ടുള്ള ഒരു ബോണ്ട് അവിടെ ഉണ്ട്. പറക്കന്തളികയിലുണ്ട്, കൊച്ചി രാജാവിലുണ്ട്, പാണ്ടിപ്പടയിലുണ്ട്. ദിലീപായിട്ട് ചെയ്ത പടങ്ങളെല്ലാം 99% ഹിറ്റാണ്. അതില് സാറിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫിലിം ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ പറയാൻ വലിയ ബുദ്ധിമുട്ട്. അതായത് ഇപ്പം നമ്മൾ എന്തായാലും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആ സമയത്ത് പഞ്ചാബ് പറക്കന്തളിയ, പിന്നെ ഇതൊക്കെ ഉണ്ട് നമ്മളുടെ എന്താണ് പാണ്ടിപ്പട, കൊച്ചി രാജാവ്, CID മൂസ, കൊറേ ഉണ്ട് അവനായിട്ട് ചെയ്തത്. ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ള എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തരുന്നു അല്ലെങ്കിൽ ഡയലോഗ് തരുന്നു, ഇതല്ലാണ്ട് നിങ്ങൾ ബാക്കിൽ നിങ്ങൾ വർക്ക് ചെയ്യും, ബിഹൈൻഡ് ദ ക്യാമില് നിങ്ങൾ തമ്മിൽ ഡിസ്കഷൻ ഒക്കെ ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ സജഷൻസ് കിട്ടാറുണ്ട്. അങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് പ്രതീക്ഷിക്കാതെ ഹിറ്റായ ഏതെങ്കിലും ഒരു സീൻ ഉണ്ടോ? അല്ല, അത് കുറേ ഉണ്ട്. അങ്ങനെ പറഞ്ഞ എല്ലാ പടത്തിലും നമ്മൾ ഒന്ന് ഡയറക്ടറുടെ പെർമിഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ഉണ്ടാവും സ്ഥിരം. അപ്പൊ നമ്മൾ വായിക്കാത്തത് ഇവിടെ ഇങ്ങനെയും കൂടി പറഞ്ഞോട്ടെ, കുഴപ്പമുണ്ടാവും. ചിലപ്പോൾ നമ്മൾ റിഹേഴ്സൽ എടുക്കുമ്പോൾ എന്തെങ്കിലും അറിയാതെ വരും. അപ്പൊ അതിട്ടോ അത് വേണോട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ മീശമാധവൻ തന്നെ പടത്തിൽ കൃഷ്ണനായി വന്നിട്ട് ഞാനിങ്ങനെ ഓടക്കൊല്ല് വായിച്ചിട്ട് കണ്ടു, ഞാൻ കൃഷ്ണനെ വന്നെന്ന് വന്നിട്ട് ഞാൻ തല ഇങ്ങനെ കാണിക്കട്ടെ, ശരിയല്ല, കറക്റ്റ് അല്ല. അപ്പൊ തന്നെ ലാൽ ജോസ് അവിടെ നിന്ന് ചിരിച്ചിട്ട് നിർത്തി കട്ട് റിഹേഴ്സലാണ്. അച്ചോട്ട് എനിക്കത് വേണോട്ടോ, ആ തല ഇങ്ങനെ പോണത്. അപ്പൊ അതൊക്കെ അപ്പൊ വരുന്നതാണ്.
അപ്പം അതൊക്കെ നമുക്ക് എല്ലാവർക്കും വരും പിന്നെ അഭിനയിക്കുന്ന സമയത്ത്. ഇപ്പം സാർ അഭിനയിക്കുന്ന സമയത്ത് കോ ആക്ടർ ഇപ്പൊ ദിലീപേട്ടൻ ആണെങ്കിൽ ദിലീപേട്ടൻ തന്നെ ആദ്യമേ അങ്ങ് ചിരിക്കാറുണ്ടോ? ദിലീപ് പലത്തിലും ചിരിക്കും, അത് ചിരി അടക്കാൻ പറ്റൂല. ഞാൻ പല സീൻസിന്റെ ഇതിലും കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നത്. ചിലപ്പോ മുഖം ഇങ്ങനെ മറക്കും, കടിച്ചു പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും ചില സമയത്ത്. അങ്ങനത്തെ ചിരി അടക്കാൻ പറ്റാത്തതുകൊണ്ടാണത്. ഏതെങ്കിലും നിങ്ങള് പെയർ ചെയ്ത് നിന്നിരുന്ന സീനുകളുണ്ട്, കുറെ സീനുകൾ. എന്നിട്ട് അവസാനം മൂത്തിട്ടൊക്കെ അടിച്ചിട്ട് ശരി ശരി എടുക്കാം ഓക്കെ എന്നിട്ട് പിന്നെ റെഡിയാവും. ഞാൻ മൈൻഡ് ചെയ്യാതെ നിൽക്കും, കാരണം എന്റെ മൊത്തമൊക്കെ ചിരിക്കണ്ടെന്ന് എഴുതിയിട്ട് പണ്ട് നമ്മൾ കളിക്കുമ്പോൾ. പക്ഷെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ പെർഫോം ചെയ്യണമല്ലോ, അപ്പോഴും വരും മോഹം. ഇപ്പൊ ഈ പറക്കുന്തലകയില് തന്നെ വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ് നീ എന്നെ പറ്റി ചിന്തിച്ചിരിക്കുകയാണോ, ആ സാധനം എങ്ങനെയാണ് ആ ഒരു കറക്റ്റ് ഇതിൽ എത്തിച്ചത്? അതപ്പോൾ പറഞ്ഞു നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ പറയാം ഇങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടോട്ടൽ ഡിസ്കഷനിൽ കിട്ടിയതാണത്. അപ്പം സാറിന് ഹനീഫയ്ക്കായിട്ടുള്ളൊരു ബോണ്ടിങ് എങ്ങനെയാണ്? അയ്യോ, അതൊരു ഒന്നൊന്നര അനീഫിക്കയാണ്. അനീഫിക്ക ഇതിന്റെ ഇരട്ടിയാണ് ലീവിന്റെ. ഒരു തമാശ പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പുള്ളി. ചെറിയ തമാശ വരും വാവിട്ട് ചിരിച്ചുള്ളത്. നമ്മള് എന്തായാലും ഒരു റിഹേഴ്സൽ എടുക്കുന്ന സമയത്ത് പുള്ളി ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് ചിരിക്കുമോ ആൾക്കാർ ചിരിക്കുമോ എന്നുള്ളത്. പുള്ളിക്ക് ചെറിയ എന്തെങ്കിലും മതി. പക്ഷെ പുള്ളിയും ഇതുപോലെ തന്നെ പുള്ള റിയാക്ഷനൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചില റിയാക്ഷൻ ഉണ്ട് അനീഫിക്കക്ക്. ഇപ്പൊ ചില മോഡുലേഷനൊക്കെ. പക്ഷെ ഭയങ്കര കോമ്പിനേഷനാണ് അനീഫിക്കായിട്ട് ചെയ്യുന്നതെന്ന്, ഭയങ്കര മൂഡാണ്. ഇപ്പൊ ആക്ടിങ് കരിയറിൽ ഇപ്പം 40 വർഷം കഴിഞ്ഞിട്ടും സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും ലൈഫിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ തിരിഞ്ഞു നോക്കുമ്പോ? അങ്ങനെ അതെല്ലാവരും ലൈഫിൽ ഉണ്ടാവില്ല, അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും. ഒരു അപ്പ് ആൻഡ് ഡൗൺ വന്ന ഒരു ടൈമിലോ? അതൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിനയിച്ച് കുറച്ച് കാശ് ഉണ്ടാക്കി വെക്കുക, അത് കളയാതിരുന്നാൽ ഇപ്പൊ തിരിഞ്ഞു നോക്കുന്ന ആ കാശുണ്ടാവും. മനസ്സിലായില്ലേ? അത് കളഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇതായി പോകും. ഇപ്പൊ നമ്മള് ഹാസ്യത്തെ പറ്റി പറയും, ഈ ഏറ്റവും കൂടുതൽ പാടെന്ന് പറയുന്നത് ഒരാളെ ചിരിപ്പിക്കാനാണ്. ഇപ്പം ആക്ട് ചെയ്യുന്ന സമയത്ത് അത് തിയേറ്ററുകളിലേക്ക് വരുന്നു. തിയേറ്ററിൽ വരുമ്പോൾ ഓഡിയൻസിന്റെ റിയാക്ഷനാണ് ആ മൂവി എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എക്സ്പെക്ടേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണത്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് തമാശ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ വിഷ്വലി ചെയ്യാൻ പറ്റിയ തമാശ, ഒന്ന് പറയാൻ പറ്റിയ തമാശ. പറയാൻ പറ്റിയ തമാശകൾ നമുക്ക് സിനിമയിലിടാൻ പറ്റില്ല. വിഷ്വലി ചെയ്യാൻ പറ്റിയ തമാശകൾ മാത്രമേ നമുക്ക് സിനിമയിലിടാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ചിലത് നമ്മൾ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കും, അത് വിഷ്വൽ ചെയ്താൽ ചിലപ്പോൾ ചിരി കിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പണ്ടൊക്കെ സിനിമയിൽ, നമുക്കും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടായത് സിനിമയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ തമാശ പറയാന്നിട്ട് ഇത് പിന്നെ ഇത് വിഷ്വൽ ചെയ്താൽ ശരിയാവില്ല. കാരണം എൻ്റെ റിയാക്ഷൻ കട്ട് ചെയ്ത് ആ റിയാക്ഷൻ തിരിച്ച് കട്ട് ചെയ്ത് മറ്റേടത്തുണ്ട് ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട് നമുക്ക് തമാശ. സ്ലാപ്സ്റ്റിക് കോമഡി ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഇത് നമ്മൾ അഭിനയിച്ച് കുറച്ച് എക്സ്പീരിയൻസ് ആകാന്നിട്ട് നമുക്ക് അതിൻ്റെ തിരിച്ചറിവ് കിട്ടും. അപ്പം ചിലത് നമ്മൾ പറയുമ്പോൾ ആലോചിക്കുമ്പോഴൊക്കെ നമുക്ക് അത് വേണ്ട എന്ന് തോന്നും. ഇപ്പം അർജുൻ അശോകന്റെ കാര്യം പറയുകയാണെങ്കിൽ, അർജുൻ അശോകൻ ഇപ്പം സക്സസ്ഫുൾ ആക്ടറാണ്. ഇപ്പം വീട്ടിൽ 2 പേരും പ്രൊഫഷണൽ ആക്ടേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഡിസ്കഷൻസ് വരാറുണ്ടോ? മൂവി ഡിസ്കഷൻസ്, കഴിഞ്ഞ മൂവിയുടെ ക്യാരക്ടർ ഡിസ്കഷൻസ് പറയും ഞങ്ങൾ. എപ്പോഴും അതിനെക്കുറിച്ച് ഡിസ്കഷൻ ഒന്നുമില്ല. മറ്റേത് കണ്ടു എനിക്ക് കണ്ടിട്ടുണ്ട്, അച്ഛൻ നന്നായിട്ടുണ്ട് കേട്ടോ അതിൽ എന്ന് പറഞ്ഞു. പക്ഷെ ആ ക്യാരക്ടർ കുറച്ചും കൂടി ഇത് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ഞാനില്ലല്ലോ, അത് എഴുതുന്ന സജഷൻസ് ഒക്കെ ഷെയർ ചെയ്യാറായിട്ടും അങ്ങനെയൊക്കെ പറയും. അർജുൻ അശോകൻ ആക്ട് ചെയ്തതില് ശരിക്കും കൊള്ളാം എന്ന് തോന്നിയ ഒരു സിനിമ ഏതായിരുന്നു? മോൻ്റെ സിനിമ തലവര എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇമോഷണലായിട്ട് നന്നായിട്ട് ഒന്ന് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ചെയ്ത വേഷം എനിക്ക് അതിൽ തന്നെ. പിന്നെ രോമാഞ്ചത്തിലെ ക്യാരക്ടർ അത്ര നല്ല ഇഷ്ടപ്പെട്ട. രോമാഞ്ചത്തിൻ്റെ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഉഗ്രൻ ഡയറക്ടറാണ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്ക്രിപ്റ്റ് ഒന്നും അല്ല അത്, പക്ഷെ എടുത്ത് പൊലിപ്പിച്ചാണ്. ഒരു റിയാക്ഷൻ പോലും കളഞ്ഞിട്ടില്ല അതിലാണ്. കാരണം വലിയ കോമഡി എന്ന് എഴുതി വെച്ചിട്ടില്ല. അത് റിയാക്ഷൻ കോമഡികൾ ഉണ്ടാക്കി, അതിന്റെ റിയാക്ഷൻ എടുത്ത് കോമഡി ഉണ്ടാക്കിയതാണ്. ഗംഭീരമായിരുന്നു പടം. അങ്ങനെ കുറേ പടങ്ങളുണ്ട് അവനും കൂടി അഭിനയിച്ചിട്ടുള്ള പടങ്ങൾ, അവന്റെ ഹീറോ ആയിട്ടുള്ള പടങ്ങളൊക്കെ കുറച്ച് നല്ല നല്ല സംഭവങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ സ്ലാപ്സ്റ്റിക് കോമഡിയും ഇന്നത്തെ കോമഡിയും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസോ കമ്പാരിസണോ ചെയ്തിട്ടുണ്ടോ? അല്ല, സ്ലാപ്സ്റ്റിക് കോമഡി വേറെയാണ്, ഇപ്പോഴത്തെ അല്ലാതെ ഡയലോഗ് കോമഡി എന്ന് പറഞ്ഞാൽ വേറെ. സ്ലാപ്സ്റ്റിക് എപ്പോഴും ഉണ്ട്, എപ്പോഴും സ്ലാപ്സ്റ്റിക് ചെയ്യാൻ നേരത്തുള്ള ഒരു ഇത് ഡയറക്ടർക്ക് തന്നെയാണ് നല്ല പണി. അതിൻ്റെ കോമഡി എടുക്കാൻ നേരത്തെ എപ്പോഴും ഡയറക്ടർക്ക് തന്നെ, എന്ത് ഷോട്ട് എടുത്താലും ഡയറക്ടർക്കാണ് പണി. കാരണം ഒരു റിയാക്ഷൻ മിസ്സായി കഴിഞ്ഞാൽ കോമഡി വർക്കൗട്ട് ആവില്ല.
നേരെ മറിച്ച് ഒരു സീരിയസ് സീനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഷോട്ട് മിസ്സായെന്ന് അറിയില്ല ചിലപ്പോൾ. പക്ഷെ ഒരു കോമഡിക്ക് ഒരു ഷോട്ട് മിസ്സായപ്പോൾ വർക്കൗട്ട് ആവില്ല. അതാണ് എൻ്റെ ഒരു കുഴപ്പം. ഇപ്പോൾ ഏതെങ്കിലും അഭിനയിച്ചത് തന്നെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ റിക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. രമണൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ആവിഷ്കാരം ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊന്നും കിട്ടിയിട്ടില്ല. പഞ്ചാബി ഹൗസിൻ്റെ സെക്കൻഡ് അല്ല, ചിലപ്പോൾ രമണനെ വെച്ചിട്ടൊരു കഥ ഇറങ്ങാം. ഇപ്പോൾ ആക്ടിങ് അല്ലാതെ വേറെ ഏതെങ്കിലും ഫീൽഡ് ചെയ്യണം തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ആക്ടിങ് തന്നെയാണ് കുറച്ചും കൂടി നമുക്ക് ഇഷ്ടപ്പെട്ടത്. നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രൊഡ്യൂസ് ചെയ്യണം എന്നോ അല്ലാതെ ഡയറക്റ്റ് ചെയ്യണമെന്നോ. ഡയറക്റ്റ് ചെയ്യാനും ചെയ്താണ്. ഒരെണ്ണം സ്ക്രിപ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അത് ഡയറക്റ്റ് ചെയ്യും. അതിപ്പോഴൊന്നുമില്ല, കാരണം ഡയറക്റ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴാണ് പടങ്ങൾ കൂടുതൽ വന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഇനി പടം ചെയ്ത് പലരും പറഞ്ഞു, പല വലിയ ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ എന്നോട് പറഞ്ഞു, ഇപ്പം നീ ചെയ്യണ്ട, ഈ പടങ്ങൾ വരുന്നുണ്ട്, അപ്പം അത് ചെയ്തിട്ട് ഒത്തിരി പടങ്ങളുണ്ട്. പക്ഷെ അതിന് നല്ലത് നോക്കിയാണ് ചെയ്യുന്നത്. അതാണ് ഇത്തിരി എണ്ണം കുറയുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്യാനുണ്ട്. ഇനി അത് ചെയ്തൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആകുമ്പോൾ. പക്ഷെ അങ്ങനെയുള്ളൊരു സബ്ജക്റ്റാണ്, അത് എപ്പോഴും പറയാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? ഞാൻ കഥ കേൾക്കുമ്പോൾ ടോട്ടലി അതെങ്ങനെയുണ്ടെന്ന് നോക്കും. അതിപ്പോൾ ഒരു പുതിയ കണ്ടന്റ്, പുതുമുള്ള കണ്ടന്റ് ആണോ, അതിൽ സ്ക്രിപ്റ്റിംഗ് നല്ലതായിട്ടുണ്ടോ, പിന്നെ ആരൊക്കെയാണ് ഇതിൽ പാർട്ടായിട്ട് വരുന്നത്, പിന്നെ പ്രൊഡ്യൂസർ സൈഡ് നല്ല, അതായത് ഇത് ഇപ്പോൾ പ്രൊഡ്യൂസർ സൈഡ് ഇത് റിലീസിങ്ങിന് ശരിക്കും പണിയെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആൾ ശരിക്ക് ഒരു പ്രൊഡ്യൂസർ തന്നെയാണ്. കാരണം ഇത് തിയേറ്ററിൽ എത്തണ വരെ അത് ഓടിക്കുന്നതൊക്കെ പ്രൊഡ്യൂസറിൻ്റെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ നിൽക്കില്ല. അപ്പം അതും കൂടി അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള പ്രൊഡ്യൂസറാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഒരു ഓൺ സ്റ്റോറി, സ്വന്തം കഥ എഴുതി സിനിമ എടുക്കുകയാണെങ്കിൽ അതിന് എന്ത് കഥ? സ്വന്തം കഥ, സ്വന്തം ജീവിതവും. അങ്ങനെ ഒരു കഥയൊന്നും ഇല്ല. അതെന്താ ഇല്ലാത്ത? ഇത്രയും ട്രാൻസിഷൻ ആയില്ലേ? അല്ല, അതിനൊരു പുതുമയൊന്നും ഇല്ല കഥക്ക്. പുതുമ വരുത്തി എഴുതുന്നതല്ലേ സ്ക്രിപ്റ്റ്? അതപ്പോ സ്വന്തം കഥയാവില്ലല്ലോ. അല്ല, ഇൻ കേസ് അങ്ങനെ മാറ്റി എടുക്കുകയാണെങ്കിൽ അതിനൊരു പേരെന്തിടും? അല്ല, അങ്ങനെ ഒരു കഥ വന്നു കഴിഞ്ഞാൽ പേരിടുന്നത്. പേരാതിട്ടൊരു കഥ എഴുതൂല. കഥയുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാക്കണ എങ്ങനെയാണ്? വിചാരിച്ചിട്ടൊരു സംഭവം ചെയ്യാൻ പറ്റുമോ? ഒരു കഥ ഉണ്ടായി കഴിയുമ്പോഴാണ് അതിന് പേരിടുന്നത്. അല്ലാതെ നമുക്ക് ഇടാൻ പറ്റൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ അങ്ങനെ ഒരു കഥ ഉണ്ട്. അല്ല, അപ്പൊ കഥ എന്താന്ന് എനിക്ക് അറിഞ്ഞാലേ പേര് പറയാൻ പറ്റുള്ളൂ. ഈശ്വരാ, മനസ്സിലായി. ഒരു കഥ ഉണ്ടെങ്കിൽ ആ കഥക്ക് പേരിടാൻ പറ്റുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് സാറിന്റെ കഥ സാർ ഇപ്പൊ എഴുതി. എന്റെ കഥ ആയിട്ടില്ലെന്ന്. എന്റെ ഒരു കഥ പറയാനായിട്ടില്ല. ഒന്നുമില്ല. എന്റെ കഥ ഞാനൊരു സിനിമയിൽ വന്ന് കുറെ സിനിമകൾ അഭിനയിച്ചു ഒന്നും അല്ലാതെ കണ്ടിട്ട് എനിക്ക് സിനിമ ആക്കാൻ പറ്റിയൊരു കഥ എന്റെ ജീവിതത്തിലില്ല. സിനിമാ സെറ്റുകളിൽ ഒബ്സർവ് ചെയ്ത എന്തെങ്കിലും കുറച്ച് കഥാപാത്രങ്ങൾ അവരെല്ലാം കൂടെ ചേർന്നൊരു കഥയായിട്ട് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലേ? അല്ല, എന്നാലും ഒരു കഥ വേണമല്ലോ അതിന്. ഓക്കെ, ശരി, സമ്മതിച്ചു. തോക്കാനല്ല, ഒരു കഥ ഉണ്ടാകാതെ പേരിടാൻ പറ്റൊന്നുമില്ല. പാട്ട് പാടാൻ സാറിന് ഒരുപാട് ഇഷ്ടമാണല്ലോ. ഇന്ന് നമ്മളുടെ കൂടെ ഇല്ലാത്ത 3 ആക്ടേഴ്സിന്റെ പേര് ഞാൻ സാറിനോട് പറയാം. അതിൽ ഓരോരുത്തർക്കും സാർ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ? ഹനീഫിക്ക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളുണ്ട്. അതൊക്കെ അനീഫിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അനീഫിക്കയുടെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ, വെറുതെ ഇരിക്കുമ്പോൾ 2 വരിയൊക്കെ ഞാനിങ്ങനെ മൂളി കൊടുക്കും. 2 വരി എപ്പോഴും പാടിക്കൊടുക്കും. അതിൽ ഏറ്റവും അനീഫിക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ പാട്ടെന്ന് പറഞ്ഞേക്കുന്നത് സ്വപ്നങ്ങളെ വീണുറങ്ങും എന്നുള്ള പാട്ട്. സ്വപ്നങ്ങളെ വീണുറങ്ങും മോഹങ്ങളെ. ആ പാട്ട് അനീഫിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. അതാണ് ഒന്ന് അനീഫിക്ക് ഇഷ്ടം. മണിച്ചേട്ടൻ നാടൻ പാട്ടിന്റെ രാജാവാണ്. മണിയുടെ ഏറ്റവും എനിക്ക് കുറേ പാട്ടുകളുണ്ട് മണിയുടെ. എനിക്ക് പാടാൻ ആഗ്രഹം ഉണ്ടാകുന്ന ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദനത്തോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ പാടിയിട്ടുണ്ട് സ്റ്റേജിൽ പണ്ട്. സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിത്തരാം. എനിക്ക് പണ്ട് ഇഷ്ടപ്പെട്ടതും ഇപ്പം ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. ഇപ്പോഴും ഇപ്പോൾ കുറേ പാട്ടുകൾ വന്നപ്പോൾ അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ പണ്ട് ഞാൻ ഇവിടെ നിന്ന്
ഒരു മുത്തം മണിമുത്തം എന്ന് പറഞ്ഞൊരു സിനിമ സാജൻ സാറ് ഡയറക്റ്റ് ചെയ്ത പടം. അതിനെ ഷൂട്ടിന് ഇവിടുന്ന് കാലിക്കറ്റ് പോകുന്നു, എൻ്റെ വണ്ടിയിലാണ്. അപ്പം അന്ന് CD ഇല്ല. ഞാൻ പാട്ട് എനിക്ക് തന്നെ ജീവനാണ്. പാട്ട് ജീവനാന്ന് പറയാൻ കാരണം വെച്ചാൽ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ കാലത്ത് യോഗ ചെയ്യും. യോഗ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് പാട്ട് വെക്കും. അത് കഴിഞ്ഞ് ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് രാവിലെ തന്നെ പാട്ട് റേഡിയോ ഓൺ ചെയ്ത് വെക്കും. റേഡിയോ കേട്ടോണ്ടായിരിക്കും എല്ലാ പരിപാടികളും. ഇപ്പോഴും അങ്ങനെ തന്നെ റേഡിയോ ഉണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു മുത്തം മണിമുത്തം എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ അതിൽ CD ഇട്ടിട്ട്, CD ഇല്ല അന്ന്, മറ്റേ കാസറ്റ് ഇട്ട് ഒരു പാട്ട്, ആ പാട്ട് തീരും, പിന്നെ റിവൈൻഡ്, പിന്നെ തീരും, ഒറ്റ പാട്ടിന് കേട്ട് അവിടെ ഉണ്ട്. അതിതാണ് മറ്റേ ദാസേരനും ചെറിയ ചേച്ചിയും മത്സരിച്ച് പാടി എന്ന് പറയാൻ പറ്റും ചിലപ്പോൾ. എന്തിനു വേറൊരു സൂര്യോദയം സന്ധ്യയല്ലേ എന്തിനു വേറൊരു, അതിലെന്താ വെച്ചാല് ഇടക്ക് ദാസേട്ടൻ എന്തിനു വേറൊരു സൂര്യോദയം ഇങ്ങനെ പാടിയ ചേച്ചി എന്തിനു വേറു, അങ്ങനെ മാറ്റി മാറ്റി പല സ്ഥലം മത്സരിച്ച് പാടിയൊരു പാട്ട്. അതിപ്പോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് തന്നെ കേട്ട് ഞാൻ പോയിട്ടുണ്ട് കാലിക്കറ്റ് വരെ ഒരു പാട്ട്. ശ്രദ്ധിക്കാത്തവര് മിക്കവാറും ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ചിലപ്പോൾ ശ്രദ്ധിക്കായിരിക്കും. ഒരു ദിവസം സിനിമയിലെ ഒരു കഥാപാത്രത്തിന്റെ ജീവിതം ജീവിക്കണം എന്ന് തോന്നിയാൽ ഏത് കഥാപാത്രം തിരഞ്ഞെടുക്കും? അതുപോലെ ജീവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രമണൻ തന്നെയാണ് എനിക്കിഷ്ടം. അടിമപ്പണിയോ? അടിമപ്പണിയല്ല, അതിൻ്റെ അകത്ത് അത് ആ സിനിമ കണ്ടു കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് കട്ട് ചെയ്ത ഒരു സാധനം ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം അതിനകത്ത് നല്ല സീനുണ്ടായിരുന്നു. അത് അതിന് കുറേ കഥയുണ്ട്, പറയേണ്ടി വരും. അതാണ് കാരണം അതിൻ്റെ അകത്ത് ഞാൻ ദിലീപിനെ അടിച്ചു കഴിഞ്ഞിട്ട് നീ സംസാരിക്കുമെന്ന് അറിഞ്ഞതിന് ശേഷം അവനെ അടിക്കും. ഞാൻ അടിച്ചു കഴിയാൻ നേരത്ത് ഞാൻ വരാന്തയിൽ ഇരുന്ന്, അതാണ് കട്ട് ചെയ്ത് പോയത്. വരാന്തയിൽ നിന്ന് കഞ്ഞി കുടിക്കണ്ടായിരിക്കും. വീടിൻ്റെ അകത്ത് കറ്റ്ലപ്പടി എന്ന് പറയും, അവിടെ ഇരുന്ന് കഞ്ഞി ഇങ്ങനെ കുടിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഇരുന്ന് വരുമ്പോൾ ഇവൻ എൻ്റെ പുറയിൽ കറ്റ്ലപ്പടിയിൽ വന്നിരുന്നിട്ട് രമണ എനിക്കുണ്ട് ദേഷ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്, സ്നേഹിച്ച ചങ്ക് പറിച്ച് കൊടുക്കുന്നവനാണ് ഈ രമണൻ. പിന്നെ ഞാനിവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് അല്ലേ? അത് ജീവിതത്തിൽ കുറേ കഷ്ടപ്പാട് അല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിക്കാൻ നേരത്തിൽ കഞ്ഞിവെള്ളം തന്ന ആളാണ് എൻ്റെ മുതലാളി. അയാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. പിന്നെ എന്ത് കഷ്ടപ്പാടുണ്ടായാലും ശരിയാണ്, ആ കഷ്ടപ്പാടിൽ ഈ കഞ്ഞി കുടിക്കുമ്പോൾ ഉണ്ട് അതിൻ്റെ അകത്തൊരു സുഖമുണ്ട് എന്ന് പറയുന്നൊരു സീൻ. വലിയ സീനാണ്, ഒറ്റ ഷോട്ടൊക്കെ ഇരുന്ന് എടുത്ത് ഭയങ്കര എല്ലാവരും പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന്. ആ സീൻ അങ്ങനെ കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ റാഫിയോട് ചോദിച്ചു, റാഫി എന്താണ് കട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ക്യാരക്ടർ ഫുൾ ചിരിപ്പിച്ചിങ്ങനെ കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ്. അയാളുടെ കണ്ണൊന്ന് നനഞ്ഞാൽ അല്ലെങ്കിൽ ഓടിച്ച് നനയിപ്പിച്ചാൽ ആ ക്യാരക്ടർ ഒന്ന് ഇരുന്നാൽ പടത്തിനെ ബാധിക്കുന്നതാണ് റാഫി പറഞ്ഞത്. അതുകൊണ്ടാണ് കട്ട് ചെയ്ത് പറഞ്ഞത്. അവിടെ എൻ്റെ ഒരു കഥയുടെ ഒരു ഭാഗമാണ് ആ പറയുന്നത്, എൻ്റെ ക്യാരക്ടറിൻ്റെ. അപ്പം നോക്കിയപ്പോൾ ശരിയാണത്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് സരിത വരെയും അവിടെ നിന്ന് വിളിച്ചു മദ്രാസിൽ നിന്ന്. സരിതയാണ് മോഹിനിക്ക് ഡബ് ചെയ്തത്. അപ്പം മോഹിനിക്ക് ഡബ് ചെയ്തിട്ട് സരിത വിളിച്ച് സിദ്ദിഖിനോട് വിളിച്ചു. സിദ്ദിഖാണ് പുള്ളി ഒരു ഗ്യാങ് ആണല്ലോ സിദ്ദിഖിൽ റാഫി. അപ്പം സരിത വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഡബ് ചെയ്തൊരു സീൻ, അപ്പം അതിൽ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖ് പറഞ്ഞു എന്നാൽ ഡബ് ചെയ്തോ കണ്ടിന്യൂ ചെയ്തോ എന്ന് പറഞ്ഞു. പിന്നെ അതിലിങ്ങനെ ഹരിശ്രീരാശവൻ്റെ ഒരു സീൻ ഞാൻ കണ്ടു, ഒരു സെന്റിമെന്റ്സ് ആയിട്ടുള്ള സീൻ, നന്നായി ഡബ് ചെയ്ത് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടാളൊന്നും പറഞ്ഞ് എന്നെ എനിക്ക് തന്നു പോകണം. അപ്പം അങ്ങനെ ഭയങ്കര നന്നായിട്ടിരുന്ന് കുറെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നും പിന്നെ എനിക്ക് ഭയങ്കര ഇതുണ്ട്, കാരണം നമ്മൾ ഈ ഇമോഷൻ ചെയ്യാൻ കൊതിക്കുന്ന സമയമാണ്. പിന്നെ ഞാനത് ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരുടെ ഇങ്ങനെ സീൻ ഉണ്ട്, അത് ഭയങ്കരമായിട്ട് സരിത വരുന്നെന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് അല്ലേ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു അവാർഡ് കിട്ടിയ പോലെ ആയിരുന്നു സിനിമ വന്നപ്പോൾ. അപ്പം ഞാൻ സിദ്ദിഖിനെ റാഫിനെ വിളിച്ചു, ഇവിടുന്ന് STD വിളിച്ച് സംസാരിച്ചു. റാഫി പറഞ്ഞു അത് കട്ട് ചെയ്ത് പോകും. ഞാൻ അതെന്തിനു കട്ട് ചെയ്യണം, ഡബിങ്ങിനെ ഞാൻ വിളിക്കാം എന്ന് കട്ട് ചെയ്തു. പിന്നെ എനിക്ക് ഉറക്കമില്ല, കാരണം അത് കൊതിയാണത്. പിന്നെ പടം ഇറങ്ങിയപ്പോൾ അതില്ല, ഞാനത് പ്രതീക്ഷിച്ച തിയേറ്ററിൽ കയറണം, അതില്ല. പടം കഴിഞ്ഞ് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. അപ്പോഴും ഞാൻ റാഫി ഒരാഴ്ച നല്ല ഓട്ടമാണ് ഓടണം, ഇനിയെങ്കിലും അത് ഇട്ടൂടെ, ഇനി ഇട്ടാ ശവനെ കണ്ണു നോക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 2 മറുപടി കിട്ടി. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ സമയത്തുമൊക്കെ നമുക്ക് ഇമോഷൻ ചെയ്യാനായിട്ട് ഭയങ്കര കൊതി വന്നിരുന്ന സമയമാണ് ആ സമയം. അപ്പം ആ ക്യാരക്ടർ ചെയ്യുമ്പോഴും നമുക്ക് കോമഡി ആണെങ്കിലും
പക്ഷെ അതിൻ്റെ അകത്ത് ഉള്ളൊരു വിജയം എന്താണെന്ന് അറിയാമോ? ഇപ്പം അനീഫിക്കുകയാണെങ്കിൽ എൻ്റെ ക്യാരക്ടറാണെങ്കിൽ, രമണനാണെങ്കിലും, ദിലീപിൻ്റെ ഉണ്ണിയാണെങ്കിലും, തിലഞ്ചേട്ടനാണെങ്കിലും എല്ലാവർക്കും നൊമ്പരങ്ങളുണ്ട് അതിൽ, വേദനയുണ്ട് അവരുടെ. ആ വേദന ഉള്ളതുകൊണ്ടാണ് അവരുടെ തമാശകൾക്ക് ഒരു ജീവൻ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോഴും മനസ്സിലേക്കുന്നത്. പല തമാശ ചിത്രങ്ങളും കാണുമ്പോൾ ഒന്നും മനസ്സിൽ നിൽക്കാത്ത ചിരിക്കിയിരിക്കും, തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ മനസ്സിലുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ അന്ന് ചെയ്തു വെച്ച, നമ്മൾ വലിയ ഭാവം പറയണ, നമ്മൾ പൊക്കി പറയണതല്ല. അപ്പോൾ ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കുന്നത് അവരുടെ കോമഡി ആണെങ്കിൽ അവർക്കൊരു നൊമ്പരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. സാറിനെ കുറിച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോ തോന്നിയിട്ടുണ്ടോ? എന്നെ കുറിച്ച് തെറ്റിദ്ധാരണ അവർക്കല്ലേ അറിയാൻ പാടുള്ളൂ. എനിക്ക് അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. അപ്പൊ ആർക്കും ഒരു തെറ്റിദ്ധാരണയില്ല. ഒരു സിനിമാ സെറ്റില് സാറിന് ചിരിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു നടൻ, ഏറ്റവും എളുപ്പമുള്ള നടൻ ചിരിപ്പിക്കാനാ? അനീഫിക്ക തന്നെയാണ്. എന്ത് പറഞ്ഞാലും ചിരിച്ചോളൂ. ദിലീപ് പറഞ്ഞപ്പോ ചിരിച്ചോളൂ. ഇനി ചിരിക്കാൻ ഏറ്റവും പാടുള്ള നടൻ? ചിരിക്കാത്ത ഒരുപാട് പേരുണ്ട്. അത് തമാശ മനസ്സിലാഞ്ഞിട്ടായിരിക്കും. ചിലപ്പോ തമാശ പറഞ്ഞാലും ചിരിക്കില്ല എന്ന് വിലം പിടിച്ചവരുണ്ടാവും. അങ്ങനെ കുറെ പേരുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആരും എടുത്തു പറയാൻ പറ്റത്തില്ല. ഒരു സിനിമയില് കൂടെ അഭിനയിച്ച ഒരു കോ ആക്ടർ വീണ്ടും അടുത്തൊരു സിനിമയില് അഭിനയിക്കാനായിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരെ പിക്ക് ചെയ്യും? അങ്ങനെയാണല്ലോ ദിലീപ് ഞാനിവിടെ കുറെ പടം ഇനിയാ ഇനിയിപ്പോ കോ ആക്ടറൊക്കെ സെലക്ട് ചെയ്യണത് ഹീറോ അല്ലേ? അങ്ങനെയല്ല. ഇപ്പം അത് ഇപ്പൊ സാറിന് ഇപ്പൊ സജഷൻ പറയാനാണ്. അപ്പൊ സാറിനോട് ഞാൻ ചോദിക്കല്ലേ, അപ്പൊ സാറിന്റെ ആഗ്രഹം പറഞ്ഞാൽ മതി. എനിക്ക് ദിലീപ് തന്നെ കംഫർട്ട്. കുറച്ച് ഇതായിട്ട് ഒരു കോ ആക്ടർ നമ്മൾ സ്റ്റേജിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അത്. കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് നമ്മുടെ കെമിസ്ട്രി അറിയാം. ആ കെമിസ്ട്രി വർക്കൗട്ട് ആവാൻ കാരണം വെച്ചാൽ ഞങ്ങൾ പ്രോഗ്രാമിന് പോകുമ്പോഴും വണ്ടിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശകൾ പറയും, പാര വെക്കും. അതൊക്കെ എന്താണ് പറയാൻ പോണെന്ന് കൊടുത്താൽ എന്തെങ്കിലും തിരിച്ചു കിട്ടും എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയും. അപ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് ഇട്ടാൽ നമ്മൾ തിരിച്ച് നമ്മളപ്പോൾ കൊടുക്കും. ആ ഒരു കോമ്പിനേഷനാണ് ഞങ്ങളുടെ വിജയത്തിന്റെ ഒരു രഹസ്യം. ടൈമിങ് 6 ഇതം വരാം. ഇപ്പൊ ഞാനും ദിലീപും കൂടി അഭിനയിക്കുന്ന ടൈമിംഗ് ആയിരിക്കില്ല മറ്റ് പല ആർട്ടിസ്റ്റുകളിലൂടെ ചെയ്യുമ്പോഴും പലതും വ്യത്യാസമുണ്ട്. പ്രേമൻ എന്ന് തന്നെ നടൻ പ്രേംകുമാറിന് വേറൊരു ഇതാണ്. എന്താടാ പറയും, എന്താണ് അമ്മാവ, അത് ആ റിതമാണ്. അപ്പൊ നമ്മൾ ആ റിതത്തിനനുസരിച്ച് വേണം ചിലവ് ചെയ്യാൻ. ദിലീപ് ദിലീപ് പറഞ്ഞു, അനീഫിക്ക് വേറെ ഇതുണ്ട്. അപ്പൊ ആ പലരുടെയും റിതം അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക് മാറും ആ സെറ്റില്. ഹരിശ്രീ അശോകന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു കോമഡി സീൻ കുറെ ഉണ്ടാവും. ഉണ്ട്. അതാണ് എന്താന്ന് പറയുമ്പോ നമ്മൾ ഏതെങ്കിലും ഒന്നിന് പറഞ്ഞാല് അപ്പൊ വേറൊരു പടത്തില്ല അതുമായിട്ട് ഡയറക്ടറോ മറ്റാരെങ്കിലും അപ്പൊ നമ്മുടെ പടത്തിൽ ആ സീൻ സൂപ്പർ അല്ലേ, പിന്നെന്താ പറയാഞ്ഞ്. അപ്പൊ എല്ലാ സീനുകളും എനിക്ക് ഇഷ്ടം തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വെച്ചിരുന്നത്, ഇൻ കേസ് ഡയറക്ടർ ആകുകയാണെങ്കിൽ സെറ്റിൽ എന്ത് മാറ്റം വരുത്തുമെന്ന്. പക്ഷെ സാർ ഓൾറെഡി പറഞ്ഞല്ലോ ആ ഒരു ഫീൽഡിനെ പറ്റി. അങ്ങനെ ഇപ്പം രണ്ടാമത്തേന് ചെയ്യാൻ പോകുന്നു സെറ്റിൽ എന്ത് മാറ്റം വരുത്തും? അല്ല, അത് ആ സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റാൻ പറ്റും. നമുക്കിപ്പോൾ നമ്മളും തന്നെ അറിയാതെ അഭിനയിക്കാൻ നേരത്താണെങ്കിലും നമ്മളത് മാറ്റണം. ഇപ്പൊ നമ്മള് ഇപ്പൊ പണ്ട് ചെയ്തിട്ടുള്ള പല വലിയ വലിയ നടന്മാരുണ്ട്. അവരെ അഭിനയത്തിന്റെ പാറ്റേൺ വരാതെ നമ്മളിപ്പോ പിടിക്കണം. അതൊക്കെ നമ്മൾ വളരെ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ഡയറക്ടർ ആയ സമയത്ത് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന കാര്യം? ദേഷ്യം വരാൻ പാടില്ല. എന്നാലും ഇപ്പൊ സെറ്റില് ഇൻ കേസ് ബഹളങ്ങൾ കേട്ടു, ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും. വെറുതെ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരു സിനിമ ഉണ്ടാകുന്നത് കഥ ഉണ്ടായത് കൊണ്ടോ ഡയറക്ടർ ഉണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടായത് കൊണ്ടോ ഒന്നും അല്ല. ഇതിന് പൈസ മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെ പാവം മനുഷ്യനുണ്ട്. അദ്ദേഹം നമ്മളൊന്ന് ചിരിച്ചവിടെ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാഗിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൈസന് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അത് സമ്മതിച്ചിട്ടില്ല ഞാൻ. അങ്ങനെ പലരും അങ്ങനെ തന്നെയാണ്. പണ്ടത്തെ പ്രൊഡ്യൂസർമാരുടെ സ്ട്രഗിളും ഇന്നത്തെ പ്രൊഡ്യൂസർമാരുടെ സ്ട്രഗിളും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒരു മഴക്കാരുണ്ടാ യൂസർ അപ്പം മാനത്ത് നോക്കും. കാരണം മഴ പെയ്ത ഔട്ട്ഡോർ വർക്കാണെങ്കിൽ അപ്പൊ കുരിച്ചു വരക്കും. ഞാൻ ഒരു ആക്ടറിന്റെ പേര് പറയും, അപ്പൊ അവരെ ഒറ്റ വാക്കില് എങ്ങനെ ഡിഫൈൻ ചെയ്യും? ദിലീപ് ഗംഭീര ആർട്ടിസ്റ്റാണ്. ഓക്കെ, അടുത്ത മോഹൻലാൽ. അത് ഗംഭീര ആർട്ടിസ്റ്റാണ്. സലീം കുമാർ. സലീം കുമാർ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമുണ്ട്. ഒറ്റ ചോദ്യത്തിന് ഒറ്റ മറുപടി അല്ല ഇത്. അതിന്റെ അപ്പുറത്തേക്ക് ആൾ പോവില്ല, കൃത്യമായിരിക്കും അത്. ഓക്കെ, ജഗതി. ചേട്ടന് അതുപോലത്തെ ഒരു ആർട്ടിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. കാരണം ആടാനും പാടാനും തമാശ പറയാനും ഫൈറ്റ് ചെയ്യാനും ഒരു എന്താ പറയുക സൂപ്പർ സ്റ്റാറാണ്. മിസ് ചെയ്തിരുന്നു? ഒയ്യോ,
മലയാള സിനിമ മിസ് ചെയ്യുന്നു. പിന്നെ ഞാൻ മലയാള സിനിമ മിസ് ചെയ്യുന്നു. മലയാള സിനിമയെ ഒറ്റ വാക്കിൽ എന്ത് പറയും? വെരി ഗുഡ് മൂവീസാണ് എല്ലാം. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഭാഷ വേറെ ഒരു ഭാഷയിലും ഇല്ല. ഇത്ര നല്ല സിനിമ. ഗ്ലോബലി മലയാള സിനിമയുടെ ലെവൽ മാറിയെന്ന് തോന്നിയോ? തീർച്ചയായിട്ടും 100%. ഓക്കെ, ഹരിശ്രീ അശോകനെ ഒറ്റ വാക്കിൽ എന്ത് പറയും? എന്ത് പറയാൻ പറ്റും? ഞാൻ പ്രതീക്ഷ മിക്കവാറും ഞാനെന്ന് പറയുമെന്നായിരുന്നു. പ്രതീക്ഷ പറഞ്ഞോ? അനുസരിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റുള്ളൂ. സെൽഫ് ഇങ്ങനെ തോന്നത്തില്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഹരിശ്രീ അശോകൻ എന്ത് പറയാൻ പറ്റും? ഹരിശ്രീ അശോകൻ എന്ന് പറയാൻ പറ്റും. എനിക്ക് വേറൊരു പേരുണ്ടറിയോ? അതായിരിക്കും ഇനി ഒരു പടം ഇറങ്ങിയാൽ വരാൻ പോണത്. ഓട്ടംതുള്ളൽ എന്നൊരു പടം ഞാൻ പറഞ്ഞില്ലേ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എൻ്റെ പേര് ബാബു അളിയൻ എന്നാണ്. ഫുൾ ടൈം വെള്ളമാണ്. ഒരു വീട്ടിൽ മരണം നടന്നിട്ട് അതുമായി ബന്ധപ്പെട്ട അവിടെ വന്നേക്കുന്ന ഒരു മരുമകനാണ് ഞാൻ ആ വീട്ടില. പക്ഷെ അയാൾക്ക് എന്തുണ്ടായാലും ശരിയാക്കി വെള്ളം അടിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാത്തിനും ആക്റ്റീവാണ്. അത് പേര് ബാബു അളിയൻ എന്നാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ്റെ മോളും എൻ്റെ മകളുടെ മോനും വിളിക്കുന്നത് ഇത്രച്ചേ ഉള്ളൂ. 7 വയസ്സും 5 വയസ്സും ഉള്ളു എന്നെ ബാബു എന്നാണ്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ചെല്ലപ്പേര് ബാബു എന്നാണ്. അപ്പോൾ അതാണ് അവർ ബാബു എന്നേ വിളിക്കുള്ളൂ. ബാബു വല്യപ്പന്ന വല്യല്ലിച്ചെന്ന ഒന്നും വിളിക്കില്ല. ബാബു അപ്പയെന്ന് ഒന്നും വിളിക്കില്ല. ബാബു അത്രേ ഉള്ളൂ. ഇനി അവർ വിളിക്കുന്നത് ഈ പടം ഇറങ്ങി ഓട്ടംതുള്ളൽ ഇറങ്ങി കഴിഞ്ഞ് വിളിക്കാൻ ബാബുളിയാന്നായിരിക്കും മിക്കവാറും. അല്ല, ആൾക്കാർ ചിലപ്പോൾ എന്നെ ബാബുളിയാന്ന് വിളിച്ചേക്കാം ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും നേരം ജനം TV പ്രേക്ഷകർക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. സാറിനും കുടുംബത്തിനും ഒരു അടിപൊളി ഓണം ആശംസകളാണ്. എല്ലാവർക്കും, മലയാളത്തിലെ ജനം TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മോൻ്റെയും എല്ലാവരുടെയും ഓണാശംസകൾ നേരുന്നു.